ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് പലപ്പോഴും കാണാം പഠന വൈകല്യം പോലെ കാണിക്കാറുണ്ട്. ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. എന്തായിരിക്കും ഡോക്ടർ അതങ്ങനെ? ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് 10 ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റിയുടെ അല്ലെ ഡിസോർഡറിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് പോലാണ്. പലതും പഠന വൈകല്യത്തിലേക്ക് പോകും. ഒന്ന് ഇപ്പം 5 പേരിൽ ഇങ്ങനെ പറഞ്ഞാൽ, ഒന്ന് അവർക്ക് ബുദ്ധി ഇച്ചിരി കുറവായിരിക്കാം. രണ്ടാമത് അവർക്ക് ഈ ടീച്ചറുമായിട്ട് ഒത്തുപോകുന്നില്ല, സബ്ജക്റ്റ് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഈ വീട്ടിലും സ്കൂളിലും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും സോഷ്യൽ പ്രോബ്ലംസ്, ഇതൊന്നും കൂടാതെ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി. അപ്പോൾ 5 ഗ്രൂപ്പാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. പക്ഷെ അത് എൻഡ് സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിനെക്കാട്ടും നമ്മൾ നോക്കേണ്ടത് 2 വയസ്സ് വരെ നമ്മൾ ഡെവലപ്മെൻറ്റ് നോക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോകാൻ റെഡിയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിന് ഒരു ചെറിയ ടൂളുണ്ട്. 24 ഐറ്റമേ ഉള്ളൂ. ആ 24 ഐറ്റം ചെയ്താലേ 1-ാം ക്ലാസ്സിൽ വിടാവും. അച്ഛനമ്മമാർ അറിയേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. 1 or 2 ചെയ്തില്ല സാരമില്ല. പക്ഷെ 5-6 എണ്ണം പോലും ചെയ്യുന്നില്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പോകാൻ കുട്ടി റെഡിയല്ല. ഇതിന് നഴ്സറി ഇവാലുവേഷൻ സ്കെയിൽ ട്രാൻഡ്രോ എന്ന് പറയും. നഴ്സറി ഇവാലുവേഷൻ സ്കെയിൽ. ഇത് അച്ഛനമ്മമാർക്ക് തന്നെ നോക്കാം, സ്പെഷ്യലിസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മേഖലയിലും മോട്ടോ, ഗ്രോസ് മോട്ടോ, ഫൈൻ മോട്ടോ, സോഷ്യൽ, സ്പീച്ച്, ഇതിനകത്തെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്.